ഹലോ ഗായ്സ്, ക്ലാസിക് ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഗ്രാനിയുടെ റിയൽ സ്റ്റോറിയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഗ്രാനിയുടെ വീട്ടിൽ വെറും 3 പേരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, ഗ്രാനി. ഗ്രാനി വെറും പാവപ്പെട്ട വീട്ടിലുള്ള ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ അച്ഛൻ ലഹരിക്ക് അടിമപ്പെട്ട കാരണം മറ്റേ വീട്ടിലെല്ലാം സാധനങ്ങളും എല്ലാം വിൽക്കേണ്ട വന്നു. വീട്ടിലൊന്നും ഉണ്ടായില്ല. ചോറൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. പകുതി നേരവും പട്ടിണിക്കായിരുന്നു ഗ്രാനിയുടെ അച്ഛൻ ഒരു ദിവസം ഒരു ബാഗായിട്ട് വന്നു വീട്ടിലേക്ക്. അതിൽ നിറച്ച് പൈസയായിരുന്നു. ഗ്രാനി അമ്മയും ചോദിച്ചു ഇത് എവിടെ നിന്നാന്ന് വെച്ചപ്പോൾ ഒന്നും പറയില്ല. പെട്ടെന്ന് നമുക്ക് ഈ വീട് വിടണം, വേറെ വീട്ടിൽ പോകണമെന്ന് പറയണം. അങ്ങനെ അച്ഛൻ വേറൊരു വീട് കാണിച്ചു. ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രേത വീട് പോലെയായിരുന്നു ഗ്രാനിക്കുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു, അമ്മയും മകളും. അപ്പോൾ പറയണോ, അച്ഛൻ പറഞ്ഞു ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസത്തെ അവർ സുഖമായിട്ട് ജീവിച്ചു. 3-ാമത്തെ ദിവസം കുറച്ച് ഗുണ്ടകളും ഡോൺ വന്നു. അങ്ങനെ ഡോൺ പറഞ്ഞു അച്ഛൻ എവിടെയാണെന്ന് വെച്ചു. ഗ്രാനി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛന് മനസ്സിലായി ഇത് മറ്റേ പൈസ നമ്മൾ ഇവരുടെ തട്ടിക്കൊണ്ടുവന്നതെന്ന്. അപ്പോൾ അമ്മയ്ക്കും മനസ്സിലായി ഇത് കട്ടുകൊണ്ടുവന്ന പൈസയായിരുന്നു എന്ന്. അങ്ങനെ ഡോൺ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പൈസ അകത്തോളം എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ പൈസ എടുക്കാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ പൈസ ഞാൻ കൊടുക്കൂലെന്ന് മനസ്സിൽ ഓർത്തു. ഗ്രാനിക്ക് പറഞ്ഞു കൊടുത്തു ഈ പൈസ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഒരു ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് വന്നിട്ട് ആ ഡോണിൻ്റെ തലക്കടിച്ചു. അപ്പോൾ തന്നെ മറ്റേ ഗുണ്ടകളുടെ കയ്യിൽ തോക്കുണ്ടായി. അങ്ങനെ അവർ ചർച്ചം പറഞ്ഞ് വെടിവെച്ചു. അങ്ങനെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഗ്രാനി അങ്ങനെ ഒറ്റപ്പെട്ടു. ഗ്രാനി അങ്ങനെ ഒരു കാട്ടിൻ്റെ വഴി ഓടി. അതൊരു കാടിൻ്റെ നടുക്കായിരുന്നു ആ വീട്. അങ്ങനെ കാടിൻ്റെ ഏതൊരു വഴിക്കോടെ ഓടി. ഗ്രാനിക്കൊരു കുന്തറിയില്ലായിരുന്നു. ഇങ്ങനെ ഓടി ഒരു പോലീസുകാരുടെ അടുത്തെത്തി. പോലീസ് എന്താ മോൾ ഇങ്ങനെ ഓടണമെന്ന് വെച്ചപ്പോൾ ഗ്രാനി ഒന്നും മിണ്ടിയില്ല. ഗ്രാനിക്ക് നല്ല പേടിയുണ്ടായി. അങ്ങനെ ഗുണ്ടകൾ വരുമെന്ന് ഓർത്ത് അവർ നേരെ ഒരു അനാഥാലയത്തിൽ തിരിച്ചെന്ന് ചേർന്നു. അങ്ങനെ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ സ്വന്തം ഗ്രാനി ഒരു ജോലിക്ക് ഇറങ്ങാൻ നിൽക്കുന്നു. ജോലി ഒരു കടയിലായിരുന്നു. കടയിൽ ഇങ്ങനെ 2-3 ദിവസം ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ആളായിട്ട് ഇഷ്ടത്തിലാവുന്നു. അങ്ങനെ ആളും ഗ്രാനിയും കല്യാണം കഴിക്കുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ഉണ്ടാവുന്നു. സിലിണ്ടറിനാന്ന് പേര് കിട്ടുന്നത്. അങ്ങനെ കുറേ നാൾ സന്തോഷമായി ജീവിക്കുന്നു. അങ്ങനെ സിലിണ്ടറിലേക്ക് ഒരു പനി വന്നപ്പോൾ ആശുപത്രിയിൽ പോയി ചെല്ലുന്നു. ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സിലിണ്ടറിയിലേക്ക് അധികകാലം ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സിലിണ്ടറിലേക്ക് മരിച്ചു. അങ്ങനെ ഗ്രാനിയുടെ ഭർത്താവ് കുറച്ച് കാലം മരിച്ചുപോയി. ഗ്രാനി ഒരാളെ കാണാൻ പോയി. കണ്ടപ്പോൾ ചോദിച്ചു എൻ്റെ ഒപ്പം നിൽക്കണ എല്ലാവരും പെട്ടെന്ന് മരിച്ചു പോകാമെന്ന് പറയുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഇതിനുള്ള ഒരു വഴി എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. 2 പേരുടെ ബലി കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 സിലിണ്ടറിനെ ഭർത്താവിനെ തിരിച്ചെടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഗ്രാനി പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആഞ്ചലീന എന്ന് പറഞ്ഞൊരു അവളുടെ അത്ര ആവശ്യമൊന്നും ഉണ്ടായില്ല. പിന്നെ വേറൊരു ആളുണ്ടായി. ആളുടെ ബലി കൊടുത്തു. സിലിണ്ടറിനെ ഭർത്താവിനെ വീണ്ടെടുക്കുന്നു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മറ്റേ ഗ്രാനി പറഞ്ഞു എൻ്റെ മോളിനെയാണ് അഞ്ജലീന. അപ്പോൾ എൻ്റെ മോളിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അയാളുടെ അടുത്ത് തന്നെ പറയുന്നു. ആൾ പറയുന്നു അതിന് വഴിയുണ്ട്. അപ്പോൾ ഒരാളുടെ ജീവൻ കൊടുത്താലേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് എൻ്റെ ജീവൻ കൊടുത്തു. അപ്പോൾ വേണ്ട, പകുതി ജീവൻ കൊടുത്ത് പകുതി കിട്ടുമെന്ന് പറയണു. അവനെ ആഞ്ചലീന പക്ഷേ പ്രേതമായിട്ട് ഇവരുടെ രൂപത്തിലല്ല വന്നത്, ഒരു മനുഷ്യനായിട്ട് കുറിച്ചായിട്ടാണ് പകുതി ജീവനുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രാനി പിള്ളേരുടെ കൊല്ലാണ്. ഏതിലും ഒരാളുടെ ബലി കൊടുത്തു കഴിഞ്ഞാൽ ആഞ്ചലീനയെ തിരിച്ചെടുക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും പിള്ളേരുടെ കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രാനിയും ഇതാവുന്നത്. അങ്ങനെ പണ്ട് ഇവരെ എല്ലാവരും കൂടി മറ്റേ ഒരു പിള്ളേരെ കൊല്ലാമെന്ന് പറഞ്ഞ് അവരെ ഒരു അച്ഛൻ്റെ അമ്മേനും പണ്ടത്തെ വീട്ടിൽ പോകുന്നു. ഈ ആളും ഇപ്പം ബലി കൊടുത്തിട്ട് ഈ 2 പേരെ തിരിച്ചു കിട്ടി. ആഞ്ചലീനേനും സിലിണ്ടറിനേനും അച്ഛനെയും കിട്ടി. അങ്ങനെ ഗ്രാനി പോകുന്നു. ഗ്രാനി ഭർത്താവും ആഞ്ചലീനയും ഭാര്യയും കൂടി പണ്ടത്തെ വീട്ടിൽ പോകുന്നു. പണ്ട് എൻ്റെ കൺമുമ്പിൽ വെച്ച് മരിച്ച അച്ഛനും അമ്മയും വീട് വെച്ച് മരിച്ച ആ സ്ഥലത്ത് പോകുന്നു. അച്ഛനും അമ്മയൊന്നും അവിടെ ഉണ്ടായില്ല. നോക്കിയപ്പോൾ കുറേ വർഷമായിരുന്നു എൻ്റെ ദ്രവിച്ചു പോയിരുന്നു. അന്ന് വെടിവെച്ച ഇത് ചെല്ല് പൊട്ടിയത് അതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പം അച്ഛൻ്റെ ഓർമ്മകൾ, അമ്മേൻ്റെ ഓർമ്മകൾ ഗ്രാനിക്ക് വീണ്ടെടുക്കാൻ പറ്റുമോ? ആ അച്ഛൻ മരിച്ചു കിടക്കുന്ന ഈ പൈസ എടുത്തുകൊണ്ട് വന്നാണ് ഇങ്ങനെ പറ്റിയത്. ഇങ്ങനെ ഓർക്കണം എൻ്റെ അച്ഛനെയും അമ്മേനെയും കൊന്നവർ എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞാണ് ഈ ഗ്രാനി ഇറങ്ങുന്നത്. ഇതാണ് ഗ്രാനിയുടെ സ്റ്റോറി. മറ്റേ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കഥകൾ കേൾക്കാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പം ഇന്നത്തെ വീഡിയോ. അപ്പോൾ പിന്നെ
ഗ്രാനിയുടെ ഈ ഇത്ര ചെറുതായി ഗ്രാൻ പറഞ്ഞാൽ ഇത് ലോങ്ങായി പറഞ്ഞാൽ 2-3 മണിക്കൂർ അങ്ങനെ എടുക്കും. ഇത് ഷോർട്ടാക്കി ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ഗ്രാനിയുടെ ഇപ്പോൾ ഗെയിമായിട്ട് വരുമ്പോൾ കുറേ